വനിതാ ഗുസ്തി താരങ്ങളുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ ബ്രിജുഭൂഷൺ കുറ്റവിമുക്തൻ. കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ സ്വയം തൂങ്ങി മരിക്കുമെന്ന് അന്ന് പറഞ്ഞതാണ് ബഹുമാനപൂർവ്വം വെറുതെ വിട്ടുകൊണ്ട് കോടതി വിധി വന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് വിധി വന്നതിന് പിന്നാലെ ബ്രിജുഭൂഷന്റെ പ്രതികരണം: പടക്കം പൊട്ടിച്ചും പൂക്കൾ വിതറിയും തലസ്ഥാനത്ത് അനുയായികളുടെ ആറാട്ട്. കോടതി വിധിയോടെ പെൺപോരാട്ടങ്ങൾക്ക് വൻ തിരിച്ചടി. വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ വിവാദപരമായ ലൈംഗിക അതിക്രമ പരാതിയിൽ മുൻ BJP MPയും റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മുൻ അധ്യക്ഷനുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെയും കൂട്ടുപ്രതി വിനോദ് തോമറിനെയും ഡൽഹി റൌസ് അവന്യൂ കോടതി വെറുതെ വിട്ടു. കേസിലെ വിചാരണയും അന്തിമ വാദങ്ങളും പൂർത്തിയായതിനെ തുടർന്ന് ഓഗസ്റ്റ് 3-ാം തീയതിയിലേക്ക് മാറ്റിവച്ചിരുന്ന വിധിയാണ് തിങ്കളാഴ്ച പുറത്തുവന്നത്. പ്രതികൾക്കെതിരെ ചുമത്തിയ ആരോപണങ്ങളിൽ മതിയായ തെളിവുകളില്ലെന്ന് കണ്ടെത്തിയാണ് കോടതി ഇവരെ കുറ്റവിമുക്തരാക്കിയത്. കോടതി വിധിയോടെ താൻ ബഹുമാനപൂർവ്വം വെറുതെ വിടപ്പെട്ടുവെന്ന് ഓണറബിളി അക്വിറ്റഡ് എന്നാണ് 69-കാരനായ ബ്രിജുഭൂഷൺ പ്രതികരിച്ചത്. ആരോപണങ്ങൾ ഉയർന്ന ആദ്യഘട്ടത്തിൽ തന്നെ കേസിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ സ്വയം തൂങ്ങി മരിക്കാൻ തയ്യാറാണെന്ന് താൻ പ്രഖ്യാപിച്ചിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്ന് തെളിഞ്ഞെന്നും സംഭവിച്ച കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കാര്യങ്ങളായി കാണുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വിധി പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ അനുയായികൾ വൻ വിജയാഘോഷം സംഘടിപ്പിച്ചു. പടക്കം പൊട്ടിച്ചും പൂക്കൾ വിതറിയും മുദ്രാവാക്യം വിളിച്ചും അനുയായികൾ നേതാവിനെ സ്വീകരിച്ചു. തങ്ങളെല്ലാം വളരെ സന്തോഷത്തിലും നല്ല മൂഡിലാണെന്നും റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നിലവിലെ അധ്യക്ഷനും ബ്രിജുഭൂഷന്റെ അടുത്ത അനുയായിയുമായ സഞ്ജയ് സിംഗ് പ്രതികരിച്ചു. ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷനായിരുന്ന കാലയളവിൽ ഇന്ത്യയിലും വിദേശത്തും വെച്ച് തങ്ങളോട് ബ്രിജുഭൂഷൺ ലൈംഗികാതിക്രമം കാട്ടി എന്നാരോപിച്ച് രാജ്യത്തെ പ്രമുഖ വനിതാ ഗുസ്തി താരങ്ങൾ ദില്ലി ജന്തർ മന്ദിറിൽ ആഴ്ചകളോളം സമരം ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ ഡൽഹി പോലീസ് 1500 പേജുള്ള വലിയ കുറ്റപത്രമാണ് സമർപ്പിച്ചിരുന്നത്. എന്നാൽ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കോടതിയിൽ നിന്നും തിരിച്ചടി നേരിടാനായിരുന്നു പരാതിക്കാരായ താരങ്ങളുടെ വിധി. ലൈംഗിക അതിക്രമ ആരോപണങ്ങളെ തുടർന്ന് പ്രതിപക്ഷത്തിൽ നിന്നും ശക്തമായ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്നതോടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPയിലെ കൈസർഗഞ്ചിൽ നിന്നും മത്സരരംഗത്ത് നിന്ന് ബ്രിജുഭൂഷണെ മാറ്റിനിർത്താൻ BJP നിർബന്ധിതരായിരുന്നു. എന്നാൽ അതേ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മകൻ കരൺ ഭൂഷൺ സിംഗിന് ടിക്കറ്റ് നൽകുകയും കരൺ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് വിജയിക്കുകയും ചെയ്തിരുന്നു. രാജ്യത്തിന്റെ അഭിമാന താരങ്ങളായ കായിക താരങ്ങൾ ഉന്നയിച്ച ഗുരുതരമായ പരാമർശങ്ങളും മാസങ്ങൾ നീണ്ട തെരുവ് പോരാട്ടങ്ങളും ദേശീയ തലത്തിൽ വലിയ രാഷ്ട്രീയ പുകിലുകൾക്കാണ് വഴിവെച്ചിരുന്നത്. കായിക മേഖലയും രാഷ്ട്രീയ വൃത്തങ്ങളെയും ഒരുപോലെ ഉലച്ച ഈ കേസിൽ ഡൽഹി കോടതിയുടെ കുറ്റവിമുക്തമാക്കൽ വിധി വന്നതോടെ ബ്രിജുഭൂഷൺ ശരൺ സിംഗിനും BJPക്കും അതൊരു വലിയ രാഷ്ട്രീയ ആശ്വാസമായി മാറുകയാണ്. അതേസമയം രാജ്യത്തിന് മെഡലുകൾ വാരിത്തന്ന പെൺപോരാളികളുടെ നീതിക്കായുള്ള പോരാട്ടങ്ങൾക്ക് ഈ വിധി വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം മേൽക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള നീക്കങ്ങളിലേക്ക് പരാതിക്കാരായ ഗുസ്തി താരങ്ങൾ കടക്കുമോ എന്നാണ് കായിക ലോകം ഇനി ഉറ്റുനോക്കുന്നത്.